കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ടാങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാഹുബലി സിനിമയിൽ കാണിക്കും പോലെയുള്ള ഈ കല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീരപ്പൻ ഉപയോഗിച്ച തോക്ക് കണ്ടിട്ടുണ്ടോ? കുഴിബോംബ് കണ്ടിട്ടുണ്ടോ? എങ്കിലിതെല്ലാം കാണാൻ കോയമ്പത്തൂർ വരെ പോയാൽ മതി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പോലീസ് മ്യൂസിയം ഉണ്ട്. അവിടെയുണ്ട് ഇതെല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പോലീസ് മ്യൂസിയം. ഇതാണ് ടാങ്ക് T-55. 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2016 ഡീകമ്മീഷൻ ചെയ്ത ഈ ടാങ്ക് ഇന്ത്യൻ ആർമി കോയമ്പത്തൂരുള്ള പോലീസ് മ്യൂസിയത്തിന് നൽകിയത് 2017 1760 ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഉപയോഗിച്ച പീരങ്കിയാണിത്. ഇതിന് 1475 കിലോഗ്രാം ഭാരമുണ്ട്. കാസ്റ്റൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമി തമിഴ്നാട് പോലീസ് മ്യൂസിയത്തിന് നൽകിയ റീകോയിൽലെസ് ഗണ്ണാണിത്. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു മിഡ്ജറ്റ് സബ്മറൈനാണിത്. ഗോകുലൻ 293 എന്നാണ് ഇതിന്റെ പേര്. 1993 ഇത് നിർമ്മിച്ചത് LTT ആണ് കേട്ടോ. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് വെച്ച് ഇത് നിർമ്മാണത്തിലിരിക്കെ പോലീസ് പൊക്കി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ട്രെയിനർ വിമാനമാണ് ആ പിന്നിലായി കാണുന്നത്. പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ പേര് HAL HPT-32 ദീപക് എന്നാണ്. പലതരത്തിലുള്ള കുഴിബോംബുകളാണ് ഈ കാണുന്നത്. ഒരു കുഴിബോംബിന്റെ ക്രോസ് സെക്ഷനാണിത്. ഓരോ കാലഘട്ടത്തിലെയും തമിഴ്നാട് പോലീസിന്റെ യൂണിഫോമാണ് ഈ കാണുന്നത്. മുകളിലായി നല്ല നീളമുള്ളൊരു തോക്കിരിക്കുന്നത് കണ്ടോ? 17 കിലോയോളം ഭാരമുണ്ട് ഈ തോക്കിന്. ഏതോ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഉപയോഗിച്ച തോക്കാണത്. 1959 കറൻസി നോട്ട് അച്ചടിക്കാൻ ഉപയോഗിച്ച പ്രിന്റിംഗ് ബ്ലോക്സ് ആണ് ഈ കാണുന്നതെല്ലാം. കറൻസി നോട്ടിന്റെ അച്ചുകളും പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനും എല്ലാം കണ്ട് അതിശയിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതെല്ലാം കള്ളനോട്ട് അടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത സാധനങ്ങളായിരുന്നു. കാട്ടുകള്ളൻ വീരപ്പന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകളാണ് ഈ കാണുന്നത്. ഇതിൽ AK-47 തോക്ക് വരെ ഉണ്ട്. ഇത് മലയൂർ മമ്പട്ടിയാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകളാണ്. പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇനി കോയമ്പത്തൂർ വരുന്നവർ ഈ മ്യൂസിയം സന്ദർശിക്കാൻ മറക്കണ്ട. പിന്നെ തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.